നിയമസഭയിൽ ധവളപത്രത്തെ ചൊല്ലി മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. കേരളം ഇന്നേ വരെ പ്രസിദ്ധീകരിച്ച ധവളപത്രങ്ങളൊക്കെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റായിരുന്നുവെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ പരാമർശം വീണിടത്ത് കിടന്ന് ഉരുളലാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ നിങ്ങളുടെ നയം തുടരാനല്ല ജനങ്ങൾ തങ്ങളെ വിജയിപ്പിച്ച് ഈ സീറ്റിലിരുത്തിയതെന്ന് വി.ഡി. സതീശൻ തിരിച്ചടിച്ചു. ധവളപത്രം സഭയിൽ മേശപ്പുറത്ത് വെച്ചതിനു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ നേർക്കുനേർ കോർത്തത്. കെ.എൻ. ബാലഗോപാൽ ധവളപത്രം കൊണ്ടുവന്നതിനെ വിയോജിച്ച് സംസാരിച്ചതിനു പിന്നാലെ എല്ലാ കാര്യങ്ങളും അറിയാം എന്നങ്ങ് വിചാരിക്കരുത്, അറിയാത്ത പലതും ഉണ്ട് എന്ന് വി.ഡി. സതീശൻ പറഞ്ഞു. വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കി ഉപദേശം തേടിയിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ലോകത്തിലെ മാറ്റങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. പലപ്പോഴും വെച്ചിട്ടുള്ള പല ധവളപത്രങ്ങളും പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. എന്നാൽ ഇത് പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് അല്ല, ഇത് കേരളത്തിന്റെ ഭാവി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന ഡോക്യുമെന്റ് ആണ്. കെട്ടിപ്പൊക്കിയ മിഥ്യകളൊന്നും ശരിയല്ല, വി.ഡി. സതീശൻ കൂട്ടിച്ചേർത്തു. അതേസമയം വരുമാനമെല്ലാം ദൈനംദിന ചെലവുകൾക്കായി ചോർന്നു പോവുകയും വായ്പാ പരിധികൾ കടന്ന് ട്രഷറി പ്രവർത്തനം പൂർണ്ണമായും പ്രതിസന്ധിയിലാവുകയും ചെയ്തതോടെ കേരളം അഭൂതപൂർവമായ സാമ്പത്തിക തകർച്ചയിലെന്ന് വ്യക്തമാക്കുന്ന സ്റ്റാറ്റസ് റിപ്പോർട്ടാണ് ധവളപത്രത്തിലുള്ളത്. സംസ്ഥാനത്തിന്റെ മൊത്തം ബാധ്യത 5.07 ലക്ഷം കോടി രൂപയായി ഉയർന്നതായും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ലഭിക്കുന്ന റവന്യൂ വരുമാനത്തിന്റെ വലിയൊരു പങ്കും കടത്തിന്റെ പലിശയും ശമ്പളവും നൽകാൻ പോലും തികയാത്ത അവസ്ഥയിലാണ്. ചിലവുകൾ കൃത്രിമമായി നിയന്ത്രിക്കാൻ ജീവനക്കാരുടെയും വിരമിച്ചവരുടെയും ആനുകൂല്യങ്ങൾ തടഞ്ഞുവെച്ചതിലൂടെ മാത്രം 42,733 കോടി രൂപയുടെ ഭീമമായ കുടിശ്ശിക ബാധ്യതയാണ് പുതിയ സർക്കാരിന് കൈമാറി കിട്ടിയിരിക്കുന്നത്.